നമ്മൾ ഏതാണ്ട് 30 വർഷത്തോളം ദുബൈയിലായിരുന്നു. ദുബൈയിലെ ബിസിനസ് രംഗത്തോടൊപ്പം തന്നെ 2020 വിദ്യ ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, 2022 സേവനം എന്ന വലിയ മഹത്തായ സംഘടന, 2014 ഗുരുധർമ്മ പ്രതിനിധി സഭയുടെ UAE കോർഡിനേറ്റർ, അത് GCC കോർഡിനേറ്റർ. ഇതിനെല്ലാം ഉപരി ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ സംഘടനയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അതിലെ മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവിടെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കാരണം ലേബർ ക്യാമ്പുകളിൽ തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണം എത്തിക്കാനും, അവരുടെ വിസ നഷ്ടപ്പെട്ടവരെ നാട്ടിലെത്തിക്കാനും, അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരുടെ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കുക എന്ന് പറഞ്ഞൊരു വലിയ ദൗത്യം, അതിലെല്ലാം പ്രവർത്തിക്കുകയും അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് ഫലമായിട്ടുള്ള പല രീതിയിലുള്ള ആദരവുകൾ നേടിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശിവഗിരിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ ഇത്രയും നാൾ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരണം എന്ന് മനസ്സിൽ തോന്നുകയും അതിന് പ്രകാരം ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ സമന്വയ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ ട്രസ്റ്റിയും സെക്രട്ടറിയും മാനേജിങ് ട്രസ്റ്റിയുമായിട്ട് ഞാൻ തന്നെയാണ്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പം പല കാരണങ്ങളും ബുദ്ധിമുട്ടുകളാൽ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി മറ്റുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി നമ്മളിത് 2025 ആഗസ്റ്റ് 9 ഉദ്ഘാടനം നടത്തിയത്. അതിനുശേഷം ചില പേപ്പർ വർക്കുകൾ, കാര്യങ്ങൾ, പ്രൊസീജിയറുകളുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് താമസം നേരിട്ടെങ്കിലും മാർച്ച് 1 മുതൽ 4 ഡോക്ടർമാരുടെ സേവനത്തോടു കൂടി ഹോമിയോ, അലോപ്പതി, ഇപ്പോൾ അടുത്ത മാസം നമ്മൾ ആയുർവേദം കൂടി തുടങ്ങുകയാണ്. അത് പ്രഗത്ഭരായ ഡോക്ടർമാരാണ്. കാരണം ഹോമിയോയുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ, അതുപോലെ സീനിയർ പീഡിയാട്രിസ്റ്റ് ഡോക്ടർ രാമചന്ദ്രൻ ഡോക്ടർ വൈശാഖ്, ഡോക്ടർ ആദിത്യൻ, ഇവരുടെയൊക്കെ സേവനത്തോടു കൂടി നമ്മൾ ഈ പ്രവർത്തനം ഈ മാസം ആരംഭിച്ചിരിക്കുന്നു. കാരണം പാവപ്പെട്ടവർക്ക് ഒരു കൈത്താങ്, ഇവിടെ വരുന്നവർക്ക് ഒരു ചെറിയ സർവീസ് ചാർജ് മാത്രം വാങ്ങിക്കൊണ്ട് മെഡിസിൻ ഉൾപ്പെടെ കൊടുക്കാവുന്ന മെഡിസിൻ ഉൾപ്പെടെ ഫ്രീ ആയിട്ട് ചെയ്യുകയും അതോടൊപ്പം ഹോം കെയർ, വീടുകളിൽ പോയി രോഗികളെ ഡോക്ടർമാരും നഴ്സുമാരും പരിശോധിച്ച് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യുന്നതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് എന്തൊക്കെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാം അതിന് ഉള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി ഇത് കിഴക്കനേല പഞ്ചായത്താണ്. പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെയും പ്രവർത്തകരുടെ മെമ്പേഴ്സിൻ്റെയൊക്കെ പൂർണ്ണ സഹകരണം നമുക്കുണ്ട്. നാവായിക്കുളം പഞ്ചായത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് നമുക്കിവിടെ. നമ്മളിതോട് കൂടാതെ ഇവിടെ വർക്കല മിഷൻ ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് വലിയൊരു മെഡിക്കൽ ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ നടത്തി. വീണ്ടും ഈ മാസം 24 തന്നെ ഒരു ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നുണ്ട്. ശിവഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും സ്റ്റാഫുകളും ഒക്കെ നമ്മുടെ ഈ പ്രവർത്തനമായിട്ട് സഹകരിക്കുന്നുണ്ട്. നമുക്ക് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ വീടുകളിൽ നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും അച്ഛനമ്മമാർ മാത്രമേ വീട്ടിലുള്ളൂ. കാരണം മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലാണ്. അവരുടെ ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ട് പുറകുമ്പോൾ പ്രായം ചെന്നവരെ നോക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മളിവിടെ ഏറ്റെടുക്കുകയും മിതമായ രീതിയിലുള്ള അവരുടെ ചിലവിന് ഉള്ള കാര്യങ്ങളിലുള്ള ഫീസുകൾ മാത്രം വാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇനി ഹൈടെക് ലെവലിലേക്ക് അങ്ങനെയുള്ളവർക്ക് താമസിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ വേറൊരു ട്രസ്റ്റ് ഇവിടെ ആലപ്പുഴയിലുണ്ട്, മുഹമ്മയ്ക്കടുത്ത്. അത് വലിയ ഹൈടെക് ലെവലിലാണ്. ഇപ്പോൾ ഒരു വില്ല തന്നെ മൊത്തത്തിൽ ആവശ്യമുള്ളവർക്ക് ആ രീതിയിലും അതല്ല വലിയ ഹൈടെക് ലെവലിൽ താമസിക്കാൻ എല്ലാ ഫെസിലിറ്റിയും വേണ്ടുന്നവർക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ ആരംഭിച്ചതിന് ശേഷം വളരെയധികം രോഗികൾ ഇവിടെ എത്തി. പക്ഷേ എല്ലാവരും വളരെ സാധാരണ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരാണ്. പക്ഷേ ഇവിടെ വന്ന് ഡോക്ടർമാരെ കാണുകയും മെഡിസിൻ വാങ്ങിയൊക്കെ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ ആ മുഖത്ത് ഉണ്ടാകുന്ന ആ പുഞ്ചിരി
അത് മനസ്സിന് കിട്ടുന്ന വലിയൊരു സന്തോഷമാണ്. നമ്മൾ എത്ര ധനം സമ്പാദിച്ചാലും ഒരിക്കലും കിട്ടാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളിങ്ങനെയുള്ള സഹായം ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ പുഞ്ചിരി അതൊരു വലിയ എന്താ പറയുക ദൈവ അനുഗ്രഹമാണ്. കാരണം നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ദൈവം നമുക്ക് അതിൻ്റെ പ്രതിഫലം തരുന്നത് ദൈവമാണ് എന്നൊരു വിശ്വാസം ഉള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടും അവരോടൊപ്പം കൂടിയും അത് മനസ്സിലാക്കിയും, പ്രത്യേകിച്ച് ഞാൻ അറബ് രാഷ്ട്രത്തിലൊക്കെ ചെന്നപ്പോൾ 30 വർഷം അറബ് രാജ്യത്തായിരുന്നു, അവിടെയുള്ള ആളുകൾ ചെയ്യുന്ന സേവനങ്ങൾ കണ്ടും അതിലേക്ക് സ്വമനസ്സാലെ ഇറങ്ങുകയും അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കും. നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ദൈവം അതല്ല, നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളുണ്ടാകും. ആ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംരംഭം തുടങ്ങുകയും അതിൻ്റെ ചുക്കാൻ പിടിക്കാനുള്ള ഭാഗ്യം ദൈവം നമ്മുടെ കയ്യിലേൽപ്പിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഡോക്ടേഴ്സ്, സഹപ്രവർത്തകർ എല്ലാവരുടെയും ആ ഒരു സഹകരണം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നാട്ടുകാരായ എല്ലാ വ്യക്തികളുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഡോക്ടർ രാമചന്ദ്രൻ നായർ. ഞാൻ ഒരു ദീർഘകാലം 40-41 വർഷം ഗൾഫിൽ ജനറൽ പ്രാക്ടീഷണറും പീഡിയാട്രീഷ്യനുമായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഇവിടെ വന്ന് പാലിയേറ്റീവ് കെയറിൻ്റെ ബേസിക് കോഴ്സൊക്കെ പാസ്സായി. ഇപ്പോൾ ഞാൻ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമന്വയ പാലിയേറ്റീവ് ഹോം കെയർ വാരിപ്പള്ളിയിൽ തുടങ്ങിയതിൻ്റെ ഒരു രക്ഷാധികാരിയായിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ അലോപ്പതി, ആയുർവേദം, ഹോമിയോ, നാച്ചുറോപ്പതി എല്ലാം കൂടെ സംയുക്തമായിട്ട് വേണ്ട കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പരിചരണം ഇവിടെ വളരെ മിതമായ നിരക്കിൽ ആവശ്യമായ മരുന്നുകളെല്ലാം ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ സേവനത്തിന് നിങ്ങൾക്ക് എപ്പോഴും ഈ സ്ഥാപനത്തെ സമീപിക്കാവുന്നതാണ്. അതുപോലെ കിടപ്പ് രോഗികളെ വീട്ടിൽ വന്നിട്ട് അവർക്ക് വേണ്ട പരിചരണം നമ്മൾ ഈ സ്ഥാപനം ചെയ്തു കൊടുക്കുന്നതാണ്. എൻ്റെ പേര് ഡോക്ടർ ആദിത്യൻ. ഈ സമന്വയ പാലിയേറ്റീവ് കെയർ കിഴക്കരയിലെ അലോപ്പതി ഡോക്ടറാണ്. ഇവിടെ നമുക്ക് 3 തരത്തിലുള്ളതാണുള്ളത്. OPD ഫെസിലിറ്റിയാണ്. PD എന്ന് പറയുമ്പോൾ നമുക്ക് കൺസൾട്ടേഷൻ ബേസിസിലായിട്ട് പേഷ്യൻസിനെ കണ്ട് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഇതുണ്ട്. രണ്ടാമത്തേത് നമുക്ക് പാലിയേറ്റീവ് പേഷ്യൻസ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള, അപ്പോൾ അവർക്കുള്ള എല്ലാ ഫെസിലിറ്റിയും ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ഉള്ളത് ഹോം കെയർ ആണ്. നമ്മൾ ആവശ്യമുള്ള പേഷ്യൻസ് നമ്മൾ പോയി വിസിറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കി അവർക്കുള്ള ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മെഡിക്കേഷൻസും ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മളൊരു ഫോക്കസ് ആയിട്ട് ആണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജയകുമാർ KS, ഹോമിയോപ്പതി വകുപ്പിൽ നിന്നും പെൻഷൻ പറ്റിയ സീനിയർ മെഡിക്കൽ ഓഫീസറാണ്. കൊട്ടാരക്കരയാണ് എൻ്റെ സ്വദേശം. ഞാൻ ഈ കിഴക്കനേല സമന്വയ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹോം കെയറും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറും സംബന്ധിച്ച ചികിത്സകളും നിർദ്ദേശങ്ങളും നൽകുന്ന വിഭാഗത്തിൽ, ഹോമിയോപ്പതി വിഭാഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമന്വയ പാലിയേറ്റീവ് കെയറിൽ നിന്നും സമൂഹത്തിലെ താഴെത്തട്ടിൽ ജീവിക്കുന്ന സാധാരണ പ്രായാധിക്യം കൊണ്ട് ആശുപത്രികളിലും മറ്റു കെയർ ലഭിക്കാതെ വരുന്ന രോഗികൾക്ക് ഇവിടെ നിന്നും സൗജന്യ ചികിത്സയും അതുപോലെ വീട്ടിൽ എത്തിയുള്ള പരിചരണം ഹോം കെയറും ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഇവിടെ നിന്നും അലോപ്പതി, ഹോമിയോ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനം ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി രക്ഷാധികാരിയായിട്ട് ഡോക്ടർ രാമേന്ദ്രൻ നായരും മുഖ്യ രക്ഷാധികാരിയായ ഡോക്ടർ സുധാകരനും അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പാലപ്പള്ളി മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ഈ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോമിയോപ്പതി വകുപ്പിൽ 30 വർഷം ജോലി നോക്കി വിരമിച്ച ഒരു ഡോക്ടറാണ്. ഹോമിയോപ്പതിയിലും പാലിയേറ്റീവ് കെയറിന് വളരെയധികം സാധ്യതകളുണ്ട്. ചികിത്സയ്ക്ക് മരുന്നിനേക്കാൾ ഉപരി അവർക്ക് വീട്ടിലെത്തി കൃത്യമായ പരിചരണവും അത്യാവശ്യം ഔഷധങ്ങളും നൽകുന്നതിനും ഉള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഹോമിയോപ്പതി വളരെ
ചെലവ് കുറഞ്ഞതാണെങ്കിലും വളരെ ഫലപ്രദമായ ചികിത്സാ സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ നിന്നും പൊതുജനങ്ങൾക്കും ആവശ്യക്കാർക്കും നൽകാവുന്നതാണ്. കൂടാതെ മറ്റ് ഹോമിയോ ചികിത്സകളും മറ്റ് രോഗങ്ങൾക്ക്, പകർച്ചവ്യാധികൾക്കും അതുപോലെ തന്നെ മറ്റ് മാറാരോഗങ്ങൾക്കുമുള്ള ഹോമിയോപ്പതി ചികിത്സയും ഇവിടെ നിന്ന് സൗജന്യമായി ലഭിക്കുന്നതാണ്.